ആദ്യമായി എവിടെയാണോ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഗത്തേക്ക് വാട്ടർ സ്റ്റോറേജുകൾ നിരത്തിവെക്കുക. തുടർന്ന് അതിന്റെ മുകളിലേക്ക് പോട്ട് വെക്കുക. ഈ പോട്ടിന്റെ പ്രത്യേകത ഇതിൽ വ്യത്യസ്തമായ വളങ്ങൾ സൂക്ഷിക്കാനായി ട്രേകൾ ഉണ്ടെന്നാണ്. വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ വളങ്ങളുടെ അഭാവമുണ്ടായാൽ വേരുകൾ അവയ്ക്ക് ആവശ്യമായ വളങ്ങൾ സ്വയം കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. തുടർന്ന് 3 മിനി പോട്ടുകൾ മെയിൻ പോട്ടിനൊപ്പം അറ്റാച്ച് ചെയ്യാനായി കഴിയുന്നു. അതിൽ ചീര പോലുള്ള ചെടികൾ നടുകയാണ് ലക്ഷ്യം വെക്കുന്നത്. മിനി പോട്ടിനെ ഒരു തിരി വഴി താഴെയുള്ള വാട്ടർ സ്റ്റോറേജുമായി കണക്ട് ചെയ്യാനായി സാധിക്കും. ഒരു ഹോസ് വഴി വാട്ടർ സ്റ്റോറേജിനെയും ടാപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക. തുടർന്ന് ടാപ്പ് തുറക്കുമ്പോൾ ആദ്യത്തെ വാട്ടർ സ്റ്റോറേജിൽ വെള്ളം നിറയുന്നു. തുടർന്ന് കണക്ട് ചെയ്ത PVC പൈപ്പ് വഴി അടുത്ത വാട്ടർ സ്റ്റോറേജിലും വെള്ളം നിറയുന്നു. ഇങ്ങനെ എത്ര വാട്ടർ സ്റ്റോറേജിലും വെള്ളം നിറയ്ക്കാവുന്നതാണ്. ഒരു കൺട്രോളർ ആദ്യത്തെ വാട്ടർ സ്റ്റോറേജിൽ സെറ്റ് ചെയ്തിട്ടതിന് ശേഷം ടാപ്പിൽ നിന്നും ഒരു ഹോസ് വഴി എപ്പോഴും കണക്ട് ചെയ്തിടാൻ സാധിച്ചാൽ ചെടി വെള്ളം വലിച്ചെടുക്കുന്നതിനനുസരിച്ച് വാട്ടർ സ്റ്റോറേജിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഒരിക്കലും പിന്നീട് വെള്ളത്തിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടി വരുന്നില്ല. തുടർന്ന് ഒരു പൈപ്പ് പോട്ടിലേക്ക് കുത്തി നിർത്താനായി കഴിയും. ചെടികൾക്ക് താങ്ങു കൊടുക്കുക, വല വിരിക്കുന്നതിന് സപ്പോർട്ടാവുക, മഴവെള്ളത്തെ സംഭരിച്ച് വാട്ടർ സ്റ്റോറേജിലേക്ക് എത്തിക്കുക, സ്പ്രേയർ ഹോൾഡ് ചെയ്യുക എന്നിങ്ങനെ പല ഉപയോഗവും ഇതുവഴി സാധ്യമാകുന്നു. തുടർന്ന് ചെടികൾ മെയിൻ പോട്ടിലും മിനി പോട്ടിലുമായി നടുക. അടുക്കള വേസ്റ്റിനെ വളമാക്കി മാറ്റി അത് ആ ചെടികൾക്ക് തന്നെ കിട്ടാനായി മിനി കമ്പോസ്റ്റർ ഓരോ പോട്ടിലും കുത്തി നിർത്താനായി കഴിയും. വെള്ളീച്ച പോലുള്ള പ്രാണികളുടെ ശല്യത്തിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനായി ഒരു വല വിരിക്കാനായി കഴിയുന്നു. ഇതിന്റെ പ്രത്യേകത കാറ്റ് വരുമ്പോൾ 4 വശത്തേക്കും ഒരു ജനൽ പോലെ തുറക്കാനും പിന്നീട് സാവകാശം അടയാനും ഇതിന് കഴിയുന്നു. അതിശക്തമായ കാറ്റിൽ പോട്ടിൽ നിന്നും വേർപെട്ടു പോയി മുഴുവൻ സിസ്റ്റത്തെയും അതുവഴി സംരക്ഷിക്കാനും ഇതിന് കഴിയും. ഇങ്ങനെ വേർപെട്ടു പോകുന്ന നെറ്റ് വളരെ ദൂരത്തേക്ക് പോകാതെ ഒരു ടാഗ് വഴി ബന്ധിപ്പിച്ച് സുരക്ഷിതമാക്കാനും പിന്നീട് വളരെ എളുപ്പം റീസെറ്റ് ചെയ്യാനും കഴിയുന്നു. ഇത് നെറ്റ് ഉപയോഗിക്കാത്തവർക്കായി ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വൈറ്റ് ഫ്ലയർ ആണ്. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ചെടികളുടെ ഇലയുടെ ഇടയിൽ സഞ്ചരിക്കുകയും വൈറ്റ് ഫ്ലൈയെയും അതിന്റെ മുട്ടയും പറത്തിക്കളയാനും ഇതിന്റെ സോഫ്റ്റ് നാരുകൾക്ക് കഴിയും. ഇത് ഒരു മിനി സ്പ്രേയർ ആണ്. ഇത് ചെടിയുടെ ടോപ്പിലും സൈഡിലുമായി പിടിപ്പിക്കാം. ഒരു തിരി വഴി ഇതിന്റെ നാരുകൾ എപ്പോഴും നേർത്ത നനവുള്ളതായിരിക്കും. ചെറിയ നനവ് നിലനിർത്താൻ കോട്ടൺ പ്ലസ് ഫൈബർ മിക്സ് ചെയ്ത നാരുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. വാട്ടർ സ്റ്റോറേജിൽ നിന്നും ഒരു തിരി വഴി എപ്പോഴും നനവ് സൂക്ഷിക്കുന്ന ഇതിന്റെ നാരുകൾ കാറ്റടിക്കുമ്പോൾ കറങ്ങുകയും അതിൽ നിന്നും വെള്ളം സ്പ്രേ ആയി ചെടിയുടെ ഇലകളിൽ തളിക്കുകയും ചെയ്യുന്നു. തിരി വാട്ടർ സ്റ്റോറേജിൽ നിന്നും മാറ്റി ഒരു കുപ്പിയിൽ സൂക്ഷിച്ചിരിക്കുന്ന നേർപ്പിച്ച വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതത്തിലേക്കാണ് ഇടുന്നതെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് ആ മിശ്രിതമായിരിക്കും. ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളെ ഒഴിവാക്കാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണിത്. കൂടാതെ നെറ്റ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്കായി ഉപയോഗിക്കാവുന്ന സോയിൽ പ്രൊട്ടക്ടറാണിത്. ഇത് ഓരോ ചെടിയുടെ ചുവട്ടിലും സ്ഥാപിക്കാനായി കഴിയും. ഒരു ചെറിയ കുട പോലെ ഇരിക്കുന്ന ഇത് മഴ വരുമ്പോൾ താഴേക്ക് വരികയും മഴവെള്ളത്തെ വാട്ടർ സ്റ്റോറേജിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് വീണ്ടും പഴയ ഷേപ്പിലേക്ക് മാറുന്ന ഇത് മഴവെള്ളത്തെ ബോട്ടിന് ചുവട്ടിൽ വീഴ്ത്താതെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. ഇങ്ങനെ മഴവെള്ളത്തിനോടൊപ്പം ചെടിയുടെ ന്യൂട്രീഷൻ നഷ്ടപ്പെട്ട് അസിഡിറ്റി ഉണ്ടായി ചെടികൾ നശിച്ചു പോകുന്നത് തടഞ്ഞ് ചെടികൾക്ക് ശരിയായ വളർച്ച ഉറപ്പാക്കുകയും ഇത് ചെയ്യുന്നു. ടെറസിലെ കൃഷി കൂടാതെ ഇനി ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഈ സിസ്റ്റം വഴി കൃഷി ചെയ്യാൻ കഴിയുന്നതെന്ന് നോക്കാം. അതിനായി കൃഷിസ്ഥലത്ത് ഒരു ചെറിയ കുഴിയെടുത്ത് വാട്ടർ സ്റ്റോറേജിനെ ഇറക്കി വെക്കുക. തുടർന്ന് വാട്ടർ സ്റ്റോറേജുകളെ തമ്മിൽ PVC പൈപ്പ് വഴി ബന്ധിപ്പിക്കുകയും ഒരു ട്രേ കൊണ്ട് മൂടുകയും ചെയ്യുക. ഒരു തിരി വാട്ടർ സ്റ്റോറേജിൽ നിന്നും പുറത്തേക്കിട്ട് മണ്ണ് മൂടുകയും തുടർന്ന് മണ്ണിന് മുകളിൽ ചെടി നടുകയും ചെയ്യുക. ഓരോ വാട്ടർ സ്റ്റോറേജിലും എത്രമാത്രം വെള്ളമുണ്ടെന്ന് ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വഴി പുറത്തുനിന്നും ഒരാൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും. കൂടാതെ വാട്ടർ ഇൻഡിക്കേറ്റർ ഹോൾ വഴി ഒരു ചെടിയിലേക്ക് മാത്രം പ്രത്യേകം ലിക്വിഡ് വെള്ളം നൽകണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാനും സാധിക്കുന്നു. ചെടികൾ അവയ്ക്ക് ആവശ്യമായ വെള്ളം മാത്രം വലിച്ചെടുത്ത് വളരുന്നു. ഈ രീതി കർഷകർക്ക് വലിയ പ്രയോജനം ചെയ്യുന്നതിനൊപ്പം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഈ സിസ്റ്റം വഴി ലാഭിക്കാനും കഴിയും. കൂടാതെ ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത ഇതര സംസ്ഥാനങ്ങളിൽ വലിയ കാർഷിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു. 160 രൂപയുടെ ഒരു സെറ്റ് ഏകദേശം 30 കൊല്ലത്തിലധികം ഉപയോഗിക്കാനും കഴിയും. ആവശ്യത്തിന് വെള്ളം താഴെയുണ്ട് എന്ന ആത്മവിശ്വാസത്തിലായിരിക്കാം തിരുനനയിൽ സാധാരണ നടുന്നതിനേക്കാൾ കൂടുതൽ വിളവ് ലഭിക്കാറുണ്ട്. നിലവിൽ ഈ സിസ്റ്റത്തിന്റെ ബേസ് മോഡൽ 10 എണ്ണം 1600 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 5 വർഷത്തെ ഗ്യാരണ്ടി നൽകുന്നതിനൊപ്പം 15 വർഷത്തെ ഈടും ഈ പ്രൊഡക്റ്റിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അഡ്വാൻസായ ഇത്രയും കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനായി കഴിഞ്ഞാൽ കൃഷിയെ അതിലളിതമാക്കാനും ഏത് സാധാരണക്കാരനും കൃഷി ചെയ്യാൻ പ്രചോദനമാവുകയും ചെയ്യും. 10 പീസ് അടങ്ങുന്ന ഈ മുഴുവൻ സിസ്റ്റവും 3000 രൂപ നിരക്കിൽ വിതരണം ചെയ്യാനും സാധിക്കും. നന്ദി.